അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് നമ്മളെ മിമ്മിനെ സൈക്കോളജി പഠിപ്പിക്കുകയാണ്. ഏകദേശം പഠിപ്പിച്ച് കഴിഞ്ഞിരിക്കണേ, പക്ഷേ എന്നാലും ഒന്നും കൂടി ഒന്ന് ക്ലിയർ ആവാണ്ട്. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് കുറേ വികലൊക്കെ വീണിരിക്കുന്നു. അപ്പം നമുക്ക് ഫസ്റ്റ് ഇവരൊക്കെ പരിചയപ്പെടുത്തിച്ചത് ഇതാ ഈ കാണുന്ന അരൂത്ത ആളാണ് ഹാഫിസ്. ഒരു ഹായ് പറഞ്ഞ. ഇത് നമ്മളെ സഫ. ഇത് പിന്നെ ഞാനാണ്. ഇതിനെ ഞങ്ങൾക്ക് അറിയാം, നമ്മളെ മിമിയാണ്. ഇത് നമ്മളെ സനയാണ് കേട്ടോ. എന്നോട് ലായൊക്കെ പറഞ്ഞു സനോട്. ഓക്കെ, അപ്പം നമുക്ക് നേരെ മിമിൻ്റെ സൈക്കിളൊക്കെ ഇറക്കണം. സൈക്കിൾ ഉള്ളിലാണ്. അപ്പം നിങ്ങളൊക്കെ പോയി ഇത് ഉള്ളിലായിട്ട് നമ്മൾ കയറ്റി വെക്കല്. മഴയൊക്കെ ആയതുകൊണ്ട് മഴ കൊണ്ടാൽ പണി കിട്ടും. പിന്നെ ഇറക്കാൻ ഇതാ ഇവനും ഹെൽപ്പ് ചെയ്യാറുള്ളതാണ്. പക്ഷെ ഇവൻ്റെ കയ്യിൽ നിന്നൊരു പണി കിട്ടും. ബ്ലേഡ് കെട്ടിയത് വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഞങ്ങളല്ല സനിയും മിമിയും ഇറക്കിക്കണം. ഇനി അവിടുന്ന് അങ്ങോട്ട് ഇറക്കണം. ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ നേരെ പോവും. അപ്പോൾ ഗൈസ് നിങ്ങൾ ഈ കാണുന്നതാണ് ഞങ്ങളിവിടുത്തെ കനോലി കനാൽ കേട്ടോ. ആദ്യം കയറാനൊന്നും കഴിയൂലായിരുന്നു, പിടിച്ചിട്ട് വേണം കയറാൻ. ഇപ്പോൾ പിടിക്കാതെ കയറാനൊക്കെ പഠിച്ചിട്ടുണ്ട്. ഞങ്ങളെ പരിപാടി ഇതാണ്. പിടിക്കൂല, പക്ഷേ ഇങ്ങനെ ബാക്കിലൊക്കെ മണ്ട് കേട്ടോ. നാളെ ദിവസം ഇവിടെ ഞങ്ങൾ സൈക്കിളോട്ടി കളിക്കുമ്പോഴേ സനക്കറിയാം, സനയാണ് വെപ്പുണ്ടായത്. ഈ ചാലിക്കണ്ട് വീണ് അവിടെ കാൽമലൊക്കെ മുറിയായിരുന്നു. അന്ന് ഞാനും മിമി മാത്രമേ. ഇവർ രണ്ടാളും മാത്രമായിട്ടായിരുന്നു ഓടിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഭയങ്കര രസമായിട്ട് വൈകുന്നേരമായില്ല, പക്ഷേ ചെറുതായിട്ട് വെയിലിൻ്റെ കുത്തലൊക്കെ ഉണ്ട്. പിന്നെ ഈ കാണുന്നതാണ് ഞാൻ അതാ മിമി. അതാ അവിടെ പോയി നിന്നിട്ട് ടാറ്റൊക്കെ കാട്ടുന്നുണ്ട്. നമുക്ക് നേരെ അങ്ങോട്ട് പോയേക്കാം. മിമി ഒറ്റക്ക് വാ. അരുക്കുന്നോ, ഇല്ലെങ്കിൽ നമ്മളെയും തട്ടി മറിച്ചിട്ട് ആള് പോകും. ഗൈസ് ഇതാണ് നമ്മളെ മിമി. ഒറ്റക്കായി വിടണ്ട, പൊള്ളിട്ട് വീണാൽ ഞങ്ങൾ നോക്കൂല. പിന്നെ നമ്മളെക്കാട്ടിയും കൂടുതൽ മിമിൻ്റെ ഒപ്പം ഓടാനുണ്ടാവില്ല സഫയാണില്ലേ സനെ ഓഫീസേ. അപ്പോൾ ഗൈസ് ഞങ്ങളിതാ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഓല് പോയി ഇതാ വരുന്നുണ്ട്. എല്ലാവരോടും മാറിക്കാനൊക്കെ പറയുന്നുണ്ട് ഗൈസ്. ഭയങ്കര രസമായിട്ട് ഇവിടെ ഇങ്ങനെ വൈകുന്നേരമായ ഓരോതാ വരുന്നുണ്ട്. ഇപ്പം മിമി അത്യാവശ്യം ഓടിക്കാനൊക്കെ പഠിച്ചിട്ടാ. ഇപ്പോൾ അത്യാവശ്യമല്ല, ശരിക്കും ഫുള്ള് പഠിച്ചിട്ടുണ്ട്. നിൽക്കാതെ പോയി. അപ്പം ഇനി ഞങ്ങൾ ഇവിടുന്ന് ഇത്തിരി കൂടി ഫ്രണ്ടിക്ക് പോകാൻ പോകട്ടോ. ആദ്യം ഇങ്ങനെ അല്ലായിരുന്നു, കയറാൻ നിൽക്കുമ്പോൾ തന്നെ പൊളിഞ്ഞിട്ട് വികലായിരുന്നു. ഒരു വർഷം തെങ്ങമ്മക്ക് കയറിക്കണില്ലേ. അപ്പോൾ അതാ നമ്മളെ മിമി സൈക്കിളിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ കൊണ്ടും കൊയ്യുവാണല്ലോ. മിമിക്ക് കുറച്ചൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു അല്ലേ. അത് ഞങ്ങൾ ഉമ്മമാൻ്റെ അവിടെയൊക്കെ പോയാൽ സൈക്കിള് അവിടെ ഇതിനേക്കാൾ വലിയ സൈക്കിളുള്ളത്, എൻ്റെ റബിൻ്റെ ഒക്കെ സൈക്കിള്. അപ്പം ഞങ്ങൾ അയിമൽ ഓടിക്കുമ്പോൾ ഇവള് അയിമൽ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ കയറിയൊക്കെ ചെയ്യും. അങ്ങനെ ചെറുതായിട്ടൊരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. എല്ലാതൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതാ തിരിച്ചിങ്ങോട്ട് തന്നെ വരുന്നുണ്ട്. ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാനുള്ള സമയമില്ല. നല്ല വെയിലുണ്ട് അവിടെ, കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും. നമുക്ക് അങ്ങോട്ടാണ് പോകാനുള്ളത്. ഈ ഭാഗത്തിനേക്കാളും രസം നമ്മൾ ആദ്യം സ്റ്റോപ്പ് ചെയ്യുന്ന സ്ഥലത്താട്ടോ. അവിടെ ഭയങ്കര രസമാണ് അല്ലേ. നമ്മളവിടെ ആ മരത്തിൻ്റെ തൊട്ടില്ലേ കൈമ തട്ടാൻ വേണ്ടി പേപ്പർ വിളിച്ചാന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഗൈസ് ഇവിടെയാണ് എൻ്റെ ഫേവറേറ്റ് സ്ഥലം. വേറെ മുറിയുണ്ട് എനിക്ക്. പിന്നെ ഫുള്ള് മുറി തന്നെ. നല്ല രസമായില്ലേ. ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ ഫേവറേറ്റ് സ്ഥലം. ഇത് ഞാൻ നേരത്തെ കാണിച്ചിരുന്നു. ആയിട്ട് ഇത് ഫുള്ള് കാണണമെങ്കിൽ ഇതൊന്ന് പൊന്തിക്കണം, സെൽഫി സ്റ്റിക്ക്. അപ്പോൾ ഗൈസ് ഇതാണ് ഗൈസ് ഇടിച്ചിക്കണം കേട്ടോ. നമുക്ക് ഏതായാലും ഒന്ന് പോയേക്കാം ഗൈസ്. നീച്ച് വരണുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മൾ പോകേണ്ട ആവശ്യമില്ല. സ്വന്തമായിട്ട് നീച്ച് വന്നാലും കുറച്ചോടെ മാറിക്കോട്ടെ, ഇല്ലെങ്കിൽ പോയി.
ബാക്കിൽ സെക്യൂരിറ്റി ഉണ്ട് കേട്ടോ, ഒരു കറുപ്പ് ഷർട്ട് ഇട്ടിട്ടുള്ള സെക്യൂരിറ്റി ഉണ്ട്. അതുകൊണ്ട് പിന്നെ നമ്മൾ പോകേണ്ട വിഷയം, പേടിക്കാനൊന്നും ആവശ്യമില്ല. അവിടുന്ന് വിളി വരും, വീണെന്ന് പറഞ്ഞാണ്ട്. ഇപ്പം വികല് കുറവാന്ന് തോന്നുന്നുണ്ടല്ലേ, വികല് കുറവാന്ന് തോന്നുന്നുണ്ടെന്ന് പറയാം. ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ നോക്കിയതാ ഗൈസ്, പക്ഷെ ആ വീഡിയോൻ്റെ അത് ഒഴിവാക്കാൻ മറന്ന്. അപ്പോൾ ഏതായാലും ഇത് വീഡിയോ ആക്കാം. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇത് ഫോട്ടോ എടുത്തിട്ട് വരാം ഗൈസ്. നിങ്ങൾക്ക് എന്നെ നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ, ഇങ്ങനെ നോക്കിയാൽ കാണാം ഗൈസ്. എൻ്റെ നിഴലാണ് ഗൈസ്, അല്ലാതെ ഞാൻ ബാക്ക് ക്യാമറ എടുത്താൽ പിന്നെ ഇത്ര ക്ലിയർ ആയിട്ടൊന്നും കിട്ടാൻ പോണില്ല. ഹാഫീസ് ഇപ്പോൾ തെങ്ങല്ല ഫ്ലവർ. ഓ ക്യൂട്ട്നെസ് വാരി എറിയണ്. ഹെൽമെറ്റ് ഇടാതെ പോണതിന് കൈ കാട്ടി, പക്ഷെ നിർത്തിയില്ല. അപ്പോൾ നമുക്കൊരു 5000 രൂപ ഫൈൻ ഇടല്ലേ. 5000 രൂപ മതിയാ, അല്ലെങ്കിൽ 10,000 ആക്കല്ലേ. 10,000 രൂപ നമുക്ക് ഫൈൻ ഇടാം. വൈത്തലോടി പിടിക്കട്ടെ. ഇങ്ങോട്ട് തന്നെ വരണ്ട. 10,000 രൂപ കിട്ടിയാ കുറേ ദൂരം, ഭയങ്കര ദൂരത്ത് പോയിക്കണം. ഞാൻ ഇപ്പം കാണിച്ചു. ഞങ്ങളെ കൂട്ടാതെ ഓല് പോയി, ഞങ്ങൾ രണ്ടാളും ഇവിടെ നിൽക്കല്ലേ. അതെന്തോന്ന് പോക്കാതെ പോണു. എന്താ പേര്? മദ്രസയിലുണ്ട്. ഓളമ്മ വിളിച്ച്, ഇപ്പം ഓള് പോയി. ഇനി ഞങ്ങൾ രണ്ടാളും മാത്രമേ ഇപ്പോൾ ഇവിടെ ഉള്ളൂ. മറ്റൊരു ഓർക്ക് ട്യൂഷൻ ഉണ്ട് എന്നാണ് തോന്നണേ. ഇന്നാളൊക്കെ ട്യൂഷന് പോകാനായിരിക്കും ഇപ്പോൾ വിളിക്കണ്ടാവും അല്ലേ. പക്ഷെ ഇപ്പോൾ ഒരു പോവും ട്യൂഷന്. ഇപ്പം 4 മണിയൊക്കെ കഴിഞ്ഞില്ലേ. ഈ മരത്തുമ്മല് മാങ്ങ പോലെ സാധനം തൂങ്ങി ഞാൻ കാണിച്ചു തരാം. ഉണ്ടാ അതിൻ്റെ അടുത്തേക്ക് നമ്മളിപ്പോൾ പോണില്ല, ഒക്കെ പേടിയാ പോകാൻ. ആ സാധനം വിഷമാണ്, അതൊന്നും പൊടിക്കണ്ട. എന്തെങ്കിലും ജന്തുക്കളുണ്ടെങ്കിൽ മോനെ ഞാൻ പോരും. ആ കാണുന്ന ചെറിയൊരു പെരയാണ് ഗൈസ് ഞങ്ങളത്. അങ്ങോട്ടാ വരണില്ല ഗൈസ്. അവിടെ നിന്നാണ്ട് എന്തോ പണിയാണ്. ഇതാണ് ഇവൻ്റെ കൈമത്ത മുറി കാണിച്ചാ ഒക്കെ കണ്ടിട്ട് തന്നെ പേടിയാണ്. ഇതാ സൈക്കിളോട്ട് വരണുണ്ട് രണ്ടും കൂടി. കുറേ നേരമായി പോയിട്ട് ഗൈസ്. ഇപ്പം നിങ്ങൾക്ക് കാണാം ഒരു ദൃശ്യം. ഇതൊന്ന് സൂം ആവത്ത്. അവിടെ വീണിക്കണ് ഗൈസ്. നമ്മളെ സഫദ ഓടി, ഒരാൾ വീണിട്ട് ഇതാ നീച്ച് വരുന്നുണ്ട്, മറ്റൊരാൾ ഓടിയിട്ടും വരുന്നുണ്ട്. അങ്ങനെ ഗൈസ് ഇവർ രണ്ടാളും കൂടി പോവാണ്. ഇപ്പൊ തന്നെ ആക്സിഡന്റ് ആയില്ല. അപ്പോൾ ഓല് രണ്ടാളും ഏതായാലും ഈ സൈക്കിളോട്ടന്ന് ചെറുതായിട്ടൊന്ന് പോയിക്കണം. അപ്പം ഇനി ഞങ്ങൾ 3 ആളുള്ളൂ മാത്രം. അരൂക്ക് എന്നിട്ടും പിടിക്കാൻ പോവാതെ, അതല്ല എൻ്റെ പരിപാടി. സ്റ്റക്ക് ആയിക്കണ് ഗൈസ് അവിടെ. അങ്ങനെ ഗൈസ് ഞങ്ങളൊന്ന് വീട്ടിലേക്ക് പോയിട്ട് വരാം. വീട്ടിലേക്ക് പോവാനെന്ന് മാത്രം പറയാനും വയ്യ. ഇവിടെ അടുത്ത് തന്നെയാണ് ഞങ്ങളെ വരാം. അതാ ഇവിടെ ഒരാൾ ചെരുപ്പൊക്കെ ഊരിട്ടാണ് പോയിക്കണേ, വൃത്തിയിൽ ഊരിട്ടാണ് പോയിക്കണേ. ആരെങ്കിലും എടുത്തുണ്ടാവുന്നാവും. പച്ചയാണേ, പച്ച കളറാ. ഗൈസ് ഇതാണ് ഞങ്ങളെ മുട്ടൻ്റെ പ്ലാവ്. മുട്ടൻ്റെ പ്ലാവില് ചക്കൊക്കെ ഉണ്ടായിക്കണു ഗൈസ്.
Come on, guys. ഏതോ കാക്കായി കൂടെ നടന്ന് കയറുന്നുണ്ട് ഗൈസ്. നമുക്ക് കുറച്ച് നേരം ഇവിടെ നിന്നിട്ട് പോകാം. ഞങ്ങൾ വീണ്ടും ചക്രവട്ടം പോകാം ഗൈസ്. ആ പോകുന്ന കാക്കയാണ് ഞങ്ങൾ നേരത്തെ അയിക്കൂടെ വരുന്നുണ്ട് ഒരു കാക്ക എന്ന് പറഞ്ഞ കാക്ക. അപ്പോൾ കാക്കൻ്റെ വഴിക്ക് കാക്ക പോയിട്ടുണ്ട്. കാക്കോടെ ഞാൻ മേലേക്ക് ക്യാമറ ഒക്കെ പൊന്തിച്ചിട്ടുണ്ട് ഗൈസ്. അങ്ങനെ പോയിക്കണേ കൂടെ വേറെ ഏതോ സൈക്കിളിൽ കാക്കമാരൊക്കെ വരുന്നുണ്ട്. നല്ല ഉയർത്തി പിടിച്ചാണ് കേട്ടോ വീഡിയോ. നമ്മളെ ഒരാളെ ഇവിടെ വീണിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് വീണാണ്. ഹാഫീസ് നിർത്താൻ പറഞ്ഞിരുന്നു, പക്ഷേ ആൾ നിർത്തിയില്ല. അപ്പം അതിനുള്ളത് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. നീച്ചൂട് അതാ ഇനി അങ്ങോട്ട് പോകൂട്ടാ. ബാക്ക് എടുക്കല്ലേ പോക്കോ. അന്നത്തെ മാരാവും ലാസ്റ്റ് വരുണ്ടാ ചോരങ്ങനെ കട്ടങ്ങനെ പോയി. അപ്പം വീണ്ടും തോല് സമ്മതിക്കാതെ മറ്റാള് പോവാണ് ഗൈസ്. ഇതിൻ്റെ കുപ്പിയുടെ വെള്ളം കിട്ടിയിട്ടുണ്ട്. അമ്മച്ചി കൊണ്ടുവന്ന് നോക്കണ്. തണുത്തളാണ്. ആദ്യം ഞാൻ കുടിച്ചോട്ടെ. ഇത് കുടിച്ചാ ക്യാമറയെ പിടിക്കൂ. ഈ തണുത്തളം കുടിക്കുകയാണ്. തൊണ്ടവേദന പിടിക്കും. എന്നെ പറഞ്ഞിട്ട് കാര്യം ഞാൻ എന്നും കുടിക്കാനുള്ള വെള്ളം ഫ്രിഡ്ജിൽ നിർത്താൻ കുടിക്കുള്ളൂ. കുറച്ചു നേരം ഒന്ന് കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ്. നമ്മളിവിടെ വന്നിരുന്നപ്പോൾ എന്താ കാറ്റ് അറിയോ? സത്യ കാറ്റിലെ എന്തോ ചൂട്. പല കാറ്റുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് ഞങ്ങൾ വീണ്ടും സൈക്കിൾ ഓട്ടാൻ പോകാൻ നിൽക്കുമ്പോഴാണ് നമ്മൾ ഇമ്മമ്മ വന്നത്. അപ്പോൾ സർപ്രൈസ് ആയിട്ട് വന്നതായതുകൊണ്ട് കുറേ ചക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചക്ക എടുക്കുന്ന തിരക്കിലാണ്. അതോടെ പിന്നെ ഞങ്ങൾ സൈക്കിൾ ഓട്ട് നിർത്തി. അപ്പോൾ ഇന്നത്തെ ഒരു സൈക്കിൾ ഓടിക്കൽ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.